മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മലപ്പുറം അരീക്കോട് കിണറ്റിൽ വീണ കാട്ടാനയെ കരക്കെത്തിച്ചു. 20 മണിക്കൂറിന് ശേഷമാണ് ആനയെ രക്ഷപ്പെടുത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ കാടുകയറ്റി. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, 21 മണിക്കൂറിന് ശേഷമാണ് ആനയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ഇനി വനം വകുപ്പിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ശാന്തകുമാർ, 21 മണിക്കൂറിന് ശേഷമാണ് ആനയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. വനം വകുപ്പിന്റെയും പോലീസിന്റെയും അതുപോലെ നാട്ടുകാരുടെ എല്ലാം ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അവസാനമായിട്ടാണ് ആനയെ സുരക്ഷിതമായി കരക്കെത്തിച്ചത്. ഇനി വനം വകുപ്പിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? വലിയൊരു രക്ഷാദൗത്യം തന്നെയായിരുന്നു രാവിലെ ആരംഭിച്ചത്. രാവിലെ പ്രതിഷേധവും മറ്റ് പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തീർത്ത് രാത്രി 8 മണിയോടുകൂടിയാണ് ആനയെ കിണറ്റിൽ നിന്നും കയറ്റുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കിണറിന് സമീപത്തെ വലിയ കിടങ്ങ് കീറേണ്ട സാഹചര്യം വന്നു. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നായിരുന്നു കിടങ്ങ് കീറി തുടങ്ങിയത്. അതിന് ഇടയിൽ പലവട്ടം ആന കയറാൻ ശ്രമിച്ചിരുന്നു. അത് പ്രവർത്തനത്തിന്റെ കിടങ്ങ് കീറുന്നതിന് തടസ്സം നേരിട്ടുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം 2.25 മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാന മുകളിലേക്ക് കയറുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കയറിയ കാട്ടാനയെ സമീപത്തെ വനത്തിലേക്ക് തന്നെ കയറ്റിവിടുകയായിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ. പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ വെടിപൊട്ടിച്ചുമെല്ലാം ആനയെ പെട്ടെന്ന് ആ വനത്തിലേക്ക് അകറ്റുന്നതിനുള്ള ശ്രമമാണ് നടന്നത്. ഒപ്പം തന്നെ ഈ ആനയുടെ വിന്യാസം കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവയ്ക്ക് പുറകിൽ ഉണ്ടായിരുന്നു. ആനയെ ഒരു നിശ്ചിത ദൂരം അകലം പാലിച്ച് ജനവാസ മേഖലയിൽ നിന്നുള്ള അകലം പാലിച്ചുകൊണ്ട് തന്നെ കാട്ടിലെ ഉൾക്കാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഇപ്പോഴും തുടരുന്നത്. കാരണം വനംവകുപ്പിന്റെ 12-ലധികം ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്ത് ഈ ആന തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വലിയൊരു രക്ഷാദൗത്യമായിരുന്നു. ഈ 21 മണിക്കൂറിലധികം ഈ ആന നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. വെള്ളത്തിൽ ഏകദേശം 1/4 ഭാഗം വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ തന്നെയാണ് ആന നിന്നിരുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ആനയ്ക്കുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി വെറ്റിനറി സർജൻ നടത്തിയതിനെ തുടർന്നാണ് മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഒഴിവാക്കിയത്. നാട്ടിലെ ജനങ്ങളുടെ വലിയ പ്രതിഷേധം എല്ലാം ഉയർന്നിരുന്നെങ്കിലും അവയെല്ലാം അവയെ ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് തന്നെയാണ് ആനയെ അവസാനം കാട്ടിലേക്ക് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.